റാവൂസ് കോച്ചിംഗ് സെന്റർ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരുന്നു. ബേസ്മെന്റിൽ പാർക്കിങ്ങിനാണ് കോർപ്പറേഷൻ അനുമതി നൽകിയത്. പക്ഷേ ഈ ചങ്ങാതിമാർ അവിടെ എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ഈ വിദ്യാർത്ഥികളുടെ ജീവൻ പന്തയം വെച്ച് അവിടെ ലൈബ്രറി വെച്ച് പ്രവർത്തിപ്പിച്ചു. സ്റ്റോർ റൂം മാത്രം പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയത് എന്നാണ് ഫയർഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റോർ റൂം പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ലൈബ്രറി ഉപയോഗിച്ച് മനുഷ്യ സാന്നിധ്യമുണ്ടാക്കി അവിടെ വിദ്യാർത്ഥികളെ കൊലയ്ക്ക് കൊടുത്തു. വെള്ളക്കെട്ടിൽ വീണ് മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകുന്നേരത്തോടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കും. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, പറയൂ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ഈ റാവു സ്റ്റഡി സർക്കിളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ലൈബ്രറിയോ ക്ലാസ്സോ നടത്താൻ പാടില്ലാത്ത ബേസ്മെന്റിൽ സ്റ്റോർ റൂം മാത്രമായി പ്രവർത്തിക്കേണ്ട ഇടത്താണ് വിദ്യാർത്ഥികളെ വേണ്ടിയിട്ട് ഈ ലൈബ്രറി പ്രവർത്തിപ്പിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ ഗുരുതരമായൊരു കുഴപ്പമാണ്. മാത്രവുമല്ല, സമാനമായി ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുകൂടി വിവരങ്ങളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും നോബൽ. അരുൺ, ഈ വെള്ളക്കെട്ടിൽ വീണ് വിദ്യാർത്ഥികൾ മരിച്ചതിന് പിന്നാലെ വ്യാപകമായി പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ് ദില്ലിയിൽ നടക്കുന്നത്. റാവു സ്റ്റഡി സർക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഉണ്ടായ അപകടത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൃത്യമായ തരത്തിൽ അലംഭാവം, അതോടൊപ്പം തന്നെ അനധികൃതമായ പ്രവർത്തനം അടക്കം ഈ സർക്കിളിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ബേസ്മെൻറ്റിൽ ഒരു തരത്തിലുമുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. കാർ പാർക്കിങ്ങിന് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നതാണ് ദില്ലി കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ലൈബ്രറി അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖല സ്റ്റോർ റൂമായി മാത്രം പ്രവർത്തിക്കാൻ, അതായത് ബേസ്മെൻറ്റ് സ്റ്റോർ റൂമായി മാത്രം പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് അഗ്നിശമന വിഭാഗം നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അവരും വ്യക്തമാക്കുന്നത്. ഈ രണ്ട് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഒരു ലൈബ്രറി പ്രവർത്തിക്കുകയും അതിന് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തത് എന്നാണ് ഈ കണ്ടെത്തൽ. ഇത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഗുരുതര ആരോപണവും ഈ റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് എന്താണെങ്കിലും പരിശോധിച്ച ശേഷം ബാക്കി നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പരിശോധനകൾ, അതായത് റാവു സ്റ്റഡി സെൻറ്ററിൽ ഉണ്ടായ അപകടത്തിന് പിന്നാലെ ദില്ലിയിൽ ഇത്തരത്തിൽ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്ന വിവിധ കേന്ദ്രങ്ങളുണ്ട്. അവിടെ എല്ലാം ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ 13 കോച്ചിങ് സെൻറ്ററുകൾ, അതായത് ബേസ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന 13 കോച്ചിങ് സെൻറ്ററുകൾ MCD പൂട്ടിച്ചിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി മേഖലകളിൽ പരിശോധനകൾ നടന്നു വരികയാണ്. പലയിടത്തും ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബേസ്മെൻറ്റിൽ PG ആയി താമസിപ്പിക്കുന്ന സംവിധാനം പോലും ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അതായത് നെവിൻ ഡാൽവിൻ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മരണത്തിന് പിന്നാലെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ ഏറെ വൈകിയും വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മെഴുകുതിരി മാർച്ചും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. നീതി അവരുടെ കുടുംബത്തിന് ലഭിക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഒപ്പം ഈ കുടുംബാംഗങ്ങൾക്ക്, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, അതോടൊപ്പം FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പകർപ്പ് നൽകണം എന്ന ആവശ്യങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ അവരുടെ ബന്ധുക്കൾ എത്തിക്കൊണ്ട് ഈ മൃതദേഹം തിരിച്ചറിയുകയും ബാക്കി നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തേക്ക് നെവിൻ്റെ മൃതദേഹം കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് വൈകുന്നേരം തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാനായിരിക്കും അല്ലേ ശ്രമം? അതെ അരുൺ, ഇന്നിപ്പോൾ വൈകിട്ട് 8:45 ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുവേണ്ട മറ്റ് സഹായങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരും ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഹൗസുമായി ബന്ധപ്പെട്ടുകൊണ്ട് KV തോമസ് അടക്കമുള്ള ആളുകൾ, കേരളത്തിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ള ആളുകൾ ഇവിടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ സഹായവും അവർക്ക് നൽകും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. കാര്യങ്ങൾ വ്യക്തമാണ്. നെവിലിന്റെ മൃതദേഹം രാത്രിയോടുകൂടി ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്യും.